ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ IPS എന്ന നോവലിൻ്റെ 6ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും നോവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് SP പറഞ്ഞു, ഞാൻ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒരു പ്രധാന കാര്യമുണ്ട്. ഇപ്പോൾ അറിഞ്ഞതാണ്. എന്താ സർ? അഖിൽ പ്രതാപിനെ കുറിച്ചാണ്. ബാംഗ്ലൂരിലുണ്ട് സർ. അവനെ കിട്ടിയോ? വൈഗ ഉത്കണ്ഠ കലർന്ന ആകാംക്ഷയോട് ചോദിച്ചു. നോ, അവിടെ ഇല്ല. അവിടെ ചെന്നിട്ടേ ഇല്ല. അന്നവൻ വന്നിട്ട് പിന്നെ മടങ്ങിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അവൻ കോട്ടയത്ത് തന്നെ എവിടെയോ ഉണ്ടാകണം. വൈഗയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. പ്രധാന കാര്യം അതല്ല. പിന്നെ അഖിൽ പ്രതാപ് ബാംഗ്ലൂരിൽ നിന്നും പോകുന്നത് ദയ മരിച്ചതിൻ്റെ പിറ്റേന്നാണെന്നല്ലേ പറഞ്ഞത്? അതെ, അതല്ല സത്യം. പിന്നെ അവൻ അതിനു മുമ്പേ തന്നെ പോന്നു. കൃത്യമായി പറഞ്ഞാൽ ദയ കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന്. എന്ന് വെച്ചാൽ ദയ കൊല്ലപ്പെടുമ്പോഴും അവൻ ഈ കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന്. വാട്ട്? വൈഗ നടുങ്ങിപ്പോയി. അധ്യായം 10. സർ, വൈഗ നടുക്കത്തോടെ തുറന്നു. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല സർ. അഖിൽ ഇവിടെ ഉണ്ടായിരുന്നോ അന്നത്തെ ദുരന്തം നടക്കുമ്പോൾ? യെസ് വൈഗ, SP പറഞ്ഞു. അവൻ ബാംഗ്ലൂരിൽ നിന്നും എയർബസിനാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തതും യാത്ര ചെയ്തതും മാർച്ച് 25-ന്. അന്ന് ബുധനാഴ്ചയായിരുന്നു. വൈകിട്ട് 7-ന് പുറപ്പെട്ട അവൻ വ്യാഴാഴ്ച പുലർച്ചെ ഇവിടെ എത്തി. അന്നു രാത്രിയിലാണ് മിത്രയും ദയയും കൊല്ലപ്പെട്ടത്. മിത്രയുടെ ബോഡി കിട്ടിയില്ലെങ്കിലും ദയയുടേത് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് മുമ്പല്ലേ അടക്കം ചെയ്തത്? അതെ സർ. ദയയെ ജീവന തുല്യം പ്രണയിക്കുന്ന അവൻ സ്ഥലത്തുണ്ടായിട്ടും അവളുടെ സംസ്കാരത്തിന് വന്നില്ല, ശരിയല്ലേ? അതെ. അവൻ ഇന്നസെൻ്റ് ആണെങ്കിൽ സംസ്കാരത്തിന് തീർച്ചയായും പങ്കെടുത്തിരിക്കും. പക്ഷെ സംഭവിച്ചത് അതല്ലല്ലോ. വൈഗയുടെ നാവ് ചലിച്ചില്ല. ഇനി അവൻ സ്ഥലത്തെത്തിയില്ല എന്ന രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ദയയുടെ മർഡർ അറിയുന്ന നിമിഷം അവൻ്റെ പേരൻസ് അവനെ വിവരം അറിയിച്ചിരിക്കണം, അല്ലേ? അതെ. വൈഗയുടെ പുരികം വളഞ്ഞു. അങ്ങനെയെങ്കിൽ കഴിയുന്നത്ര വേഗം പറന്നെത്തി അവൻ സംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടതല്ലേ? അതെ. വൈഗ തുറന്നു. ആംഗിളും ആൻറ്റിയും അഖിലും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് സർ. അതുകൊണ്ട് വേറിട്ടൊന്നും ഞാൻ ചിന്തിച്ചതേയില്ല. ഐ ആം സോറി സർ. അതല്ലടോ, SP തുറന്നു. സ്വന്തം പെണ്ണിൻ്റെ ബോഡി അവസാനമായിട്ടൊന്ന് കാണാൻ അവൻ വരാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു വൈഗ എല്ലാവർക്കും മുമ്പേ അവൻ ആ ബോഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഒന്ന് നിർത്തിയിട്ട് SP തുറന്നു. കൊല്ലപ്പെട്ടവരുടെ ജഡം ആദ്യമായി കാണുന്നത് കൊല്ലുന്നവരായിരിക്കുമല്ലോ സർ. വൈഗയ്ക്ക് ശ്വാസം തിങ്ങി. സാർ പറയുന്നത്? യെസ് വൈഗ. അവനെ കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി തെളിയും. അഖിൽ അവനാണ് ദയയെ കൊന്നതെന്നോ? വൈഗയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളെ കൊല്ലാൻ അവൻ എങ്ങനെ കഴിയും? അല്ലെങ്കിൽ എന്തിനെ? എല്ലാം കഴിഞ്ഞിട്ടവൻ പിറ്റേന്ന് എല്ലാവർക്കും മുമ്പിൽ ലാൻഡ് ചെയ്യുന്നു, ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ. വന്നിട്ടൊരു വീഴ്ചയും കരച്ചിലും, പിന്നെ ഒരു സെൻറ്റിമെൻ്റൽ സൂയിസൈഡ് അറ്റംപ്റ്റും. അതും ശരിക്കും വർക്കൗട്ടായി. താനും അതിൽ വീണുപോയി അല്ലേ? വൈഗ തരിച്ചിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഇവിടെ എത്തിയ അവൻ ആർക്കും മുമ്പിലും പ്രത്യക്ഷപ്പെടാതെ ശനിയാഴ്ച വരെ എവിടെയായിരുന്നു? അതറിഞ്ഞേ പറ്റൂ. SP സ്വരം കനത്തു. ശനിയാഴ്ച പ്രത്യക്ഷപ്പെട്ട അവൻ ബാംഗ്ലൂരിന് മടങ്ങിയെന്നാണ് പാരൻസ് പറഞ്ഞത്. പക്ഷേ ബസ്സിലോ ട്രെയിനിലോ എയർവേസിലോ അവൻ മടങ്ങിയതായി രേഖയിലില്ല. ദാറ്റ് മീൻസ് അവൻ മടങ്ങിയിട്ടേയില്ല. SP വൈകിയെ ശ്രദ്ധിച്ചു. തറഞ്ഞിരിക്കുകയാണ് അവൾ, അനക്കമറ്റ്. എന്താടോ? അദ്ദേഹം ചോദിച്ചു. സർ, വൈകിയുടെ ശബ്ദം തൊണ്ടയിൽ ഞെരുങ്ങി. അഖിൽ എന്തിന് ദയക്കുട്ടിയെ കൊല്ലണം? അതും കൂട്ടുചേർന്നൊരു പീഡനത്തിലൂടെ? എത്ര ശ്രമിച്ചിട്ടും എനിക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല സർ. SP ഒന്ന് ചിരിച്ചു. തൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒറ്റയാൾക്കേ കഴിയൂ, അവന് മാത്രം. അദ്ദേഹം തുറന്നു. അതുകൊണ്ട് എത്രയും വേഗം അവനെ കണ്ടെത്തണം. നമ്മുടെ ശ്രദ്ധയും ഉത്തരവാദിത്വവും ഇനിയാണ് ഇരട്ടിക്കുന്നത്. സർ, ഇന്നലെയും അവൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചെന്നാണ് അങ്കിളും ആൻറ്റിയും പറഞ്ഞത്. അവൻ വിളിക്കുമ്പോൾ കോൾ തരണമെന്ന് താൻ അവരോട് പറഞ്ഞതല്ലേ? അതെ. എന്നിട്ടെന്താ തരാത്തത്? ഉറപ്പാണ് വൈഗ, അവർക്കെല്ലാം അറിയാം. വൈഗ സന്ദേഹിച്ചു.
ദഹയുടെ മരണം മുതലുള്ള സംഭവങ്ങൾ അവരുടെ മുഖഭാവങ്ങളും പ്രവൃത്തികളും ഒന്ന് ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു. വൈഗ എവിടെയെങ്കിലും അവർ പതറിയിട്ടുണ്ടോ? നമുക്ക് അവരുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം വൈഗ, SP പറഞ്ഞു. വൈഗ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. വീട് പൂട്ടിയിട്ട് അങ്കിളും ആൻറ്റിയും ഇപ്പോൾ അമ്പാടിയിലാണല്ലോ സർ. ഇപ്പോൾ സെർച്ച് ചെയ്യണമെങ്കിൽ ലോക്ക് പൊളിക്കേണ്ടി വരും. തൽക്കാലം അത് വേണ്ട. വീടിൻ്റെ കീ അവരറിയാതെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് വൈഗ നോക്ക്. ഞാൻ ട്രൈ ചെയ്യാം സർ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ലോക്ക് പൊളിക്കുക തന്നെ വേണം, SP ഓർമ്മിപ്പിച്ചു. ശരി സർ. അഖിലിനെ കിട്ടുന്നതോടെ ദയയുടെ മർഡർ തെളിയും. പക്ഷെ അതിലും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി ചെയ്യാനുണ്ട് വൈഗ. എന്താ സർ? മിത്രയുടെ കൊലയാളിയെ കിട്ടി, പക്ഷേ ബോഡി കിട്ടിയില്ലല്ലോ. അതത്രയും വേഗം കിട്ടണം. SP കൂടുതൽ ഗൗരവത്തിലായി. ഇന്നലെ രാത്രി ആ ലാപ്ടോപ്പ് എടുക്കാൻ വന്നവരെ പിടികിട്ടിയാൽ മിത്രയുടെ ബോഡി കിട്ടും, വൈഗ പറഞ്ഞു. പക്ഷെ അവർ ഡോക്ടർ രശ്മിയോട് പറഞ്ഞു സോമു, വിജീഷ് എന്ന പേരുകൾ പോലും വ്യാജമാണ്, SP പറഞ്ഞു. തൽക്കാലം അവർ രക്ഷപ്പെട്ടു. പക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് പിന്നാലെയുണ്ട്. ഉടൻ കുരുങ്ങും. വൈഗയുടെ മുഖത്തും അത് കേട്ടപ്പോൾ ഒരു മുറുക്കമുണ്ടായി. എന്തായാലും മിത്രയുടെ യഥാർത്ഥ ലാപ്ടോപ്പ് അവർക്ക് കിട്ടിയില്ല. ബുദ്ധിപൂർവ്വം താനത് മാറ്റിവെച്ചത് നന്നായി, വൈഗ ചിരിച്ചു. താനത് ഓപ്പൺ ചെയ്തോ? SP ചോദിച്ചു. കഴിഞ്ഞില്ല സാർ, ട്രൈ ചെയ്തതാണ്. പക്ഷെ മിത്ര ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് മാറ്റിയിരിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. കിട്ടിയാലുടൻ ഞാൻ അറിയിക്കാം. യാത്ര പറയുന്നത് പോലെ അവൾ എഴുന്നേറ്റു. മിത്രയുടെ മൊബൈൽ കിട്ടിയല്ലേ? SP ചോദിച്ചു. ഉവ്, അച്ഛനത് DMO ഓഫീസിലാണ് ഒളിപ്പിച്ചു വെച്ചത്, വൈഗ തുറന്നു. ഈ മൊബൈലും ലാപ്ടോപ്പും നോക്കാൻ കഴിഞ്ഞാൽ എനിക്കവനെ കിട്ടും, മിത്രയുടെ യഥാർത്ഥ ശത്രുവിനെ. ആ ശത്രു അവളെ അബദ്ധത്തിൽ കൊന്ന അച്ഛനല്ല, അവളെ പ്രാണന്റെ തുല്യം സ്നേഹിച്ച ഷാനുവുമല്ല, മറ്റൊരാളാണ്. ഓക്കെ വൈഗ, ഇന്നു മുതൽ നമ്മുടെ ശ്രമം അതിനാണ്. സർ. വൈഗ സല്യൂട്ട് ചെയ്തിറങ്ങി. അവളുടെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമായിരുന്നു. അഖിൽ, ആ പേര് കടന്നൽ കൂടിളകിയതുപോലെ അവളുടെ തലച്ചോറിനുള്ളിൽ ഇരമ്പിയാർത്തു. എന്തിനവൻ ദയയോടെ ഇത് ചെയ്തു? പെട്ടെന്നൊരു ഉത്തരം പോലെ അവളുടെ മനസ്സിൽ ജെയ്സന്റെ മുഖം മിന്നി. പിന്നെ വൈകിയില്ല. വൈഗ വണ്ടി വിട്ടത് മെഡിക്കൽ സെൻ്ററിലേക്കാണ്. ആ സമയത്താണ് ദുബായിലായിരുന്ന വർഗീസ് തകടിക്കൻ മെഡിക്കൽ സെൻ്ററിലെത്തിയത്, ജെയ്സന്റെ പപ്പ. മകൻ്റെ ആക്സിഡൻറ്റും അനുബന്ധ സംഭവങ്ങളും മോളി ഭർത്താവിൽ നിന്നും മറച്ചു വെച്ചെങ്കിലും അയാൾ നടന്നതെല്ലാം അറിഞ്ഞു. അങ്ങനെ വന്നതാണ് അയാൾ. അയാൾ റൂമിൻ്റെ വാതിക്കലെത്തിയപ്പോഴാണ് മോളിയും ജെയ്സനും പോലും അറിയുന്നത്. കരിമ്പൂച്ചയ്ക്ക് മുമ്പിൽ അറിയാതെ വീണുപോയ എലികളെ പോലെ ഇരുവരും വിറച്ചു. അജാന ബാഹുവാണ് അയാൾ. സ്നേഹവും അലിവും തൊട്ടു തീണ്ടാത്ത മുഖം, ആ കത്തുന്ന കണ്ണുകൾ. മുറിക്കുള്ളിലേക്ക് കയറിയതും അയാൾ ശബ്ദമുയർത്തി, എല്ലാം പെറുക്കിയെടുക്ക്, വേഗം ഇറങ്ങിക്കോ, പോകാം. ഇച്ചായ, മോളി കൈകൂപ്പി കേണു. മോന് സുഖമായിട്ടില്ല, ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്. മോനോ? ആരുടെ മോൻ? വർഗീസ് തറയിൽ ആഞ്ഞു ചവിട്ടി. ഓപ്പറേഷനോ? എന്തോപ്പറേഷൻ? ഇവൻ എൻ്റെ മോനായിരുന്നെങ്കിൽ ഇവൻ്റെ ദേഹത്തൊരു ഉറുമ്പ് കടിച്ചാലും ഞാനതറിയും. അറിയുമല്ലോടി? അയാൾ ചൂണ്ടുവിരൽ നീട്ടി. അറിയും, മോളി വിക്കടി. എന്നിട്ട് ഞാനതറിഞ്ഞോ? ചോദ്യവും ഒപ്പം വലതുകരം നീട്ടി ഒറ്റ അടിയുമായിരുന്നു. മോളി ഉച്ചത്തിൽ നിലവിളിച്ചു പോയി. ബഹളം കെട്ട ഒരു സിസ്റ്റർ ഓടിയെത്തി. അവർ ഡോക്ടർ മുഹമ്മദ് അലിയെ വിവരമറിയിച്ചു. ഡോക്ടർ മുഹമ്മദ് അലി ധൃതിയിൽ എത്തുമ്പോൾ ജെയ്സനും മോളിയും ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളും മറ്റും ബാഗിലേക്ക് കുത്തി നിറക്കുകയാണ് വർഗീസ്. എന്താണിവിടെ? ഡോക്ടർ മുഹമ്മദ് അലി ശബ്ദമുയർത്തി. ഓ, ഡോക്ടർ വന്നോ? നന്നായി. ഞാൻ ഡ്യൂട്ടി റൂമിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു. എന്താ കാര്യം? പറയൂ. എനിക്കെൻ്റെ മകനെ കൊണ്ടുപോകണം. എങ്ങോട്ട്? ഡോക്ടർ അമ്പരന്നു. എൻ്റെ മകനെ ഞാൻ അങ്ങോട്ടും കൊണ്ടുപോകും. അതെവിടെയെന്ന് ഡോക്ടർ അറിയണ്ട. ഡിസ്ചാർജ് ഷീറ്റിംഗ് എഴുതി തരണം. ബില്ല് ഞാൻ ഉടനെ അടച്ചോളാം, വർഗീസ് പറഞ്ഞു. നിങ്ങൾ എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? കുട്ടിക്ക് ഭേദമായിട്ടില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഡോക്ടറുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം? വർഗീസ് പുഞ്ചിച്ചു. സമ്മതിച്ചില്ലേലും ഡിസ്ചാർജ് ചെയ്തില്ലേലും ഞാൻ കൊണ്ടുപോകും. വർഗീസ് ഒന്ന് തീരുമാനിച്ചതാ, മാറ്റുകയല്ല. സി മിസ്റ്റർ, ഇതൊരു ഹോസ്പിറ്റലാണ്, അത് നിങ്ങൾ മറക്കരുത്. ഡോക്ടർ ഗൗരവത്തിലായി. വർഗീസ് ഡോക്ടറെ അവഗണിച്ചു. എണീക്കടാ. അയാൾ ജെയ്സന്റെ ബെഡിനടുത്തേക്ക് ചെന്ന് അവൻ്റെ സ്വാധീനമുള്ള ഇടതു കൈയിൽ പിടിച്ചു പൊക്കി. വലതു കൈ പ്ലാസ്റ്ററിട്ട് അപ്പോഴും സ്ലിങ്ങിലായിരുന്നു. പ്ലാസ്റ്ററിട്ട വലതുകാലം അനക്കാൻ വയ്യ. തലയിലേറ്റ മുറിവിന് മാത്രം ഭേദമുണ്ട്. പപ്പ പിടിമുറുക്കിയതോടെ അവൻ്റെ ദേഹം പൂങ്കുല പോലെ വിറച്ചു. നിസ്സഹായനായി അവൻ മോളിയെ നോക്കി.
മകൻ്റെ വേദനയും സങ്കടവും കണ്ട് മോളിയുടെ നെഞ്ചു കലങ്ങി. അടികൊണ്ട വേദന മറന്ന് അവർ ഭർത്താവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഇച്ചായ, ഡോക്ടർ പറയുന്നത് കേൾക്ക്, മോനെ വിട്, അവർ കേണു പറഞ്ഞു. തടയാൻ വരുന്നോടെ അസത്തെ. മോളിയുടെ കൈ തട്ടിമാറ്റിയിട്ട് ഡോക്ടർ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെ ഒറ്റയടി കൂടി അയാൾ കൊടുത്തു. മിണ്ടരുത് നീ, ഇനി മിണ്ടിയാലും നിന്നെ ഞാൻ കൊല്ലും. സകല നിലയും മറന്നതുപോലെയാണ് അയാൾ പറഞ്ഞത്. അയാൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ലെന്ന് മോളിക്കറിയാം. ജെയ്സനും അയാളിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വെച്ചതിൻ്റെ കലിയാണ്. അത് തീരും വരെ ബഹളം തുടരും. പോകുന്നതാണ് നല്ലത്. മോളി ഡോക്ടർക്ക് നേരെ കൈകൂപ്പി. പ്ലീസ് ഡോക്ടർ, എൻ്റെ മോൻ്റെ ഡിസ്ചാർജ് തന്നേക്ക്, ഞങ്ങൾ പോയിക്കോളാം. ബാക്കി ട്രീറ്റ്മെൻറ്റ് മറ്റെവിടെയെങ്കിലും എടുത്തോളാം. ഒഴുകി വന്ന കണ്ണീർ തുടച്ച് അപമാനഭാരത്തോടെ അവർ പറഞ്ഞു. ഡോക്ടർ മുഹമ്മദിലെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി. ഡോക്ടർ വാതിൽ കടന്നുപോയി. മോളി വേഗം റൂമിലുള്ള മറ്റു സാധനങ്ങളും അടുക്കിയെടുത്ത് ബാഗിനുള്ളിലാക്കി. വൈഗ ജെയ്സൺ കിടന്നിരുന്ന റൂമിന് മുന്നിലെത്തുമ്പോൾ റൂം ശൂന്യമായിരുന്നു. അവൾ അമ്പരന്നു. നഴ്സസ് ഡ്യൂട്ടി റൂമിൽ അന്വേഷിച്ചപ്പോൾ നടന്ന സംഭവങ്ങൾ അവൾ പറഞ്ഞു. വൈഗയ്ക്കറിയാം വർഗീസ് തകടനയെക്കുറിച്ച്. ജെയ്സണും ധൈയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വൈഗ വേഗം കുറിച്ചി ഭാഗത്തേക്ക് വണ്ടി വിട്ടു. ഹോമിയോ കോളേജിനടുത്താണ് വീട്. വൈഗ വീടിൻ്റെ മുറ്റത്തേക്ക് കാർ കയറ്റിയിട്ടു. തൊട്ടു പിന്നാലെ തന്നെ CI ഗോപകുമാറിൻ്റെ ജീപ്പും എത്തിയിരുന്നു. മിസ്റ്റർ വർഗീസ് തകടിക്കൻ ഗൾഫ് പണത്തിൻ്റെ മിന്നലൊളിയുള്ള സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് വൈഗ വിളിച്ചു. യെസ്. വർഗീസ് ഗാംഭീര്യ ശബ്ദത്തോടെ ഇറങ്ങി വന്നു. മെഡിക്കൽ സെൻ്ററിൽ അഡ്മിറ്റായ ജെയ്സൺ എന്ന പയ്യനെ ട്രീറ്റ്മെൻറ്റ് തീരുന്നതിന് മുമ്പ് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നു? അവൾ ചോദിച്ചു. ആ, അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ വർഗീസ് പറഞ്ഞു. ഒരുതരം ധിക്കാരഭാവം. എന്താ കാരണം? അവൻ എൻ്റെ മകനാ, അത് തന്നെ കാരണം. അയാൾ അതേ ഭാവത്തിൽ പറഞ്ഞു. അവൻ നിങ്ങളുടെ മകനാണ്. പക്ഷേ മകൻ്റെ ട്രീറ്റ്മെൻറ്റ് തടയാൻ അച്ഛന് അവകാശമില്ല. അതറിയാമോ? ഇതൊക്കെ ഞാനും കുറേ പഠിച്ചിട്ടുണ്ട് മേഡം. കുറേ കാലം ലോ കോളേജിൽ കയറിയിറങ്ങി ഞാനും ചെത്തി നടന്നതാ. വർഗീസ് അക്ഷോഭനായി തന്നെ പറഞ്ഞു. അവൻ്റെ ചികിത്സ അവിടെ തന്നെ തുറന്നേ തീരുമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എൻ്റെ മകന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളാം, എനിക്കിഷ്ടമുള്ള ഹോസ്പിറ്റലിൽ. അത് പറ്റില്ല വർഗീസ്, CI ഗോപകുമാർ കടുപ്പിച്ച സ്വരത്തിൽ പറഞ്ഞു. ലോ കോളേജിൽ കുറേ ചെത്തി നടന്നെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കാര്യം എളുപ്പമായി. നേരിയ പരിഹാസം കൂടി കലർത്തി ഗോപകുമാർ പറഞ്ഞു. ജെയ്സൺ ഒരു ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിലാണ്. കേസിലെ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലുമാണ്. ആ പ്രതികളുമായി ബന്ധപ്പെട്ട ചില മർഡർ കേസുകളും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ ജെയ്സൺ ഹോസ്പിറ്റലാണെങ്കിലും ഞങ്ങളുടെ നിരീക്ഷണത്തിലും കൂടിയാണ്. ഇത് കൊള്ളാം. വർഗീസിന് ദേഷ്യം വന്നു. എൻ്റെ മകനെ നിരീക്ഷിക്കാൻ അവനെന്ത് പിഴച്ചു? അവൻ പിഴച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾ പിന്നെ പറയാം. വൈഗയ്ക്ക് ദേഷ്യം വന്നു. അവനവിടെ? വൈഗ വീട്ടിനുള്ളിലേക്ക് കയറി. CIയും സംഘവും പിന്നാലെ. അകത്ത് കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു മോളി. അവർ എഴുന്നേറ്റ് നിന്ന് വൈഗയെയും കൂട്ടരെയും ഇടുങ്ങിയ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിൽ ബെഡോ ഉപകരണങ്ങളോ ഒന്നുമില്ല. ടൈലിട്ട തറയിൽ പ്ലാസ്റ്ററിട്ട കൈയും കാലുമായി അവശതയോടെ കിടക്കുകയാണ് ജെയ്സൺ. അത് ജെയ്സന്റെ കിടക്കമുറിയല്ല, സ്റ്റോർ റൂമാണ്. തന്നെ ധിക്കരിച്ച രോഗിയായ മകന് പപ്പ കൊടുത്ത ശിക്ഷ. നിങ്ങളെ ഈ സെക്കൻഡിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാൻ ഈ ഒരു ഒറ്റ കാര്യം മതി. വൈഗ വർഗീസിന്റെ നേരെ നോക്കി. നോൺ ബെയിലബിൾ ഒഫൻസാണിത്. അയാൾ മുഖം മുറുക്കി പിടിച്ചു. ഇവനെ തിരികെ മെഡിക്കൽ സെൻ്ററിലാകണം, ഇപ്പോൾ തന്നെ. ആജ്ഞയായിരുന്നു അത്. വർഗീസ് തകടിക്കാൻ മകനെ തലയിൽ നിന്നും കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു വണ്ടിക്കുള്ളിലാക്കി. അനുസരിക്കാതെ പറ്റില്ലായിരുന്നു അയാൾക്ക്. ദുബായിൽ പോയി അധ്വാനിച്ച് പണം വാരുന്നത് മക്കളെയും ഭാര്യയും പേടിപ്പിക്കാനല്ല, സ്നേഹിക്കാനാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ, വൈഗ പറഞ്ഞു. വർഗീസിൻ്റെ മുഖം കൂടുതൽ കടുത്തു വന്നു. മെഡിക്കൽ സെൻ്ററിലെ റൂം നമ്പർ 408 തന്നെ വീണ്ടും എത്തുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ കരയുകയായിരുന്നു ജെയ്സൺ. വർഗീസ് വാശിയോടെ സ്ഥലം വിട്ടു. ഇനി പോയിക്കോളൂ, വൈഗ ഗോപകുമാറിനോട് പറഞ്ഞു. CI യാത്ര പറയുമ്പോൾ കൈകൂപ്പി നിൽക്കുകയായിരുന്നു മോളി. അവർ വൈഗയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ വൈഗ മോള് രക്ഷിച്ചു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. വൈഗ അവരുടെ തോളിൽ തട്ടി മെല്ലെ സമാധാനിപ്പിച്ചു. നന്ദിയൊന്നും പറയണ്ട ആൻറ്റി, ഇതെൻ്റെ കടമയല്ലേ. ദയമോൾക്ക് വേണ്ടി ചെയ്തു, അത്രയേ ഉള്ളൂ. അവൾ പുഞ്ചിരിച്ചു. ഒരു കസേര എടുത്ത് ജെയ്സന്റെ ബെഡിനോടടുത്ത് ചേർത്തിട്ട് വൈഗ അതിലിരുന്നു. അവൻ്റെ കരച്ചിൽ ഒട്ടം ഒതുങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ജെയ്സനോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. അതിന് നീ പറയുന്ന ഉത്തരം ദയയുടെ കൊലയാളിയുടെ പേരായിരിക്കും.
ജെയ്സൺ നടുക്കത്തോടെ വൈഖയെ മിഴിച്ചു നോക്കി. അധ്യായം 11. വരുൺ ദേവും ഡാനിയും ചേർന്നാണ് ദയമോളെ പീഡിപ്പിച്ചു കൊന്നതെന്ന് നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വൈഗ ചോദിച്ചു. അല്പം മുമ്പ് പപ്പ ചെയ്ത ക്രൂരതകളൊക്കെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മായ്ക്കും വിധം ജെയ്സന്റെ കൈത്തണ്ട കയ്യിലെടുത്ത് അവൾ മെല്ലെ തലോടി. മുഖത്തും മുടിയിഴകളിലും വിരലുകളോടും ഒരു കുഞ്ഞനുജനോടുമുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചു. അതീവ സൗമ്യതയോടെയാണ് വൈഗ അവനോട് സംസാരിച്ചത്. അവളുടെ സമീപനം ജെയ്സന് ആശ്വാസമായി. അവൻ്റെ മുഖത്ത് കണ്ണീർപ്പാടുകൾ മെല്ലെ മാഞ്ഞു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ മൂളി. വരുണും ഡാനിയും ദയമോളെ പീഡിപ്പിക്കാനുള്ള കാരണവും അന്ന് നീ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? അവൻ മൂളി. എങ്കിൽ പറയൂ. വരുൺ ദയയെ ഭ്രാന്തമായി സ്നേഹിച്ചു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അസഹ്യമായൊരു ഘട്ടം വന്നപ്പോൾ ദയ അഖിലിനെ കുറിച്ച് പറഞ്ഞു. അതോടെ വരുണിന് വാശിയായി. ജെയ്സൺ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി തീരെ പതിയെയാണ് പറഞ്ഞത്. അവൻ്റെ കൈത്തണ്ടയിലെ ചെമ്പൻ രോമങ്ങളിൽ തലോടിക്കൊണ്ട് വൈഗ ഇടയ്ക്ക് കയറി. തനിക്ക് കിട്ടാത്തോളം മറ്റൊരുത്തനും കൊടുക്കില്ലെന്ന വാശി വരുണിനുണ്ടായി. അതുകൊണ്ട് അവളെ അങ്ങ് കൊന്നുകളയാമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെയല്ലേ നീ പറഞ്ഞത്? അതെ, ജെയ്സൺ സമ്മതിച്ചു. ദയമോളോട് അടുപ്പമുണ്ടെന്ന് ആരോപിച്ചാണ് ആ ചെക്കൻ എൻ്റെ മോനെയും കൊല്ലാൻ ശ്രമിച്ചത്. സംഭാഷണം ശ്രദ്ധിച്ച് അരികിൽ നിന്നിരുന്ന മോളി പറഞ്ഞു. തലോടുന്നതിനിടയിൽ വൈഗ ജെയ്സന്റെ കൈപ്പത്തിയിൽ മുറുകെ പിടിച്ചു. ആ പിടുത്തവും മുറുക്കവും ജെയ്സൺ അറിഞ്ഞു. അഖിലും ദയമോളെ ഭ്രാന്തമായി തന്നെ സ്നേഹിച്ചിരുന്നു, ശരിയല്ലേ? അവൾ ചോദിച്ചു. അതെ, അവൻ സമ്മതിച്ചു. തനിക്ക് കിട്ടാതെ വന്ന മറ്റൊരുത്തനും അവളെ കൊടുക്കില്ലെന്ന വാശി അവനും ഉണ്ടാവില്ലേ? അത് ജെയ്സന്റെ പുരികമൊന്ന് വളഞ്ഞു. അഖിലിനെക്കുറിച്ച് ദയ വരുണിനോട് പറഞ്ഞു. അതുപോലെ വരുണിനെക്കുറിച്ചും അവൻ്റെ പ്രണയഭ്രാന്തിനെക്കുറിച്ചുമൊക്കെ ദയ അഖിലിനോടും പറഞ്ഞില്ലേ? പറഞ്ഞു, ജെയ്സൺ സമ്മതിച്ചു. എന്ന്? എപ്പോൾ? ഉദ്യോഗത്തോടെ വൈഗ ചോദിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് ഇരട്ടിയായിരുന്നു. ദയ കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന്. ഒട്ടും സംശയിക്കാതെ ജെയ്സൺ പറഞ്ഞു. എന്ന് വെച്ചാൽ ബുധനാഴ്ചയല്ലേ? അതെ, ജെയ്സൺ തുറന്നു. മിത്രേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വന്നത് വഴി ദയ അന്നിവിടെ ഹോസ്പിറ്റലിൽ കയറിയിരുന്നു എന്നെ കാണാൻ. വരുൺ എന്നെ ഉപദ്രവിച്ചിൽ ഒരുപാട് സങ്കടപ്പെട്ടപ്പോൾ ഞാനാണ് ദയയോട് പറഞ്ഞത്, വരുണിനെക്കുറിച്ച് അഖിലിനോട് പറയാതെ ഒളിച്ചു വെച്ചാൽ എന്തെങ്കിലും അഖിലറിയുമ്പോൾ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. പറയാമെന്ന് ദയ സമ്മതിച്ചിട്ടും പറയാൻ അവൾക്ക് പേടിയുണ്ടായിരുന്നു. അതെന്താ? വൈകേച്ചി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വരുണിനെ പോലെ തന്നെ ഒരു എക്സെൻട്രിക് സ്വഭാവക്കാരനായിരുന്നു അഖിലും. സ്നേഹം കൊണ്ടുള്ള സ്വാർത്ഥത. അവളെ മറ്റൊരാൾ നോക്കുന്നത് പോലും അയാൾക്കിഷ്ടമല്ല. അതും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിടും. വിളിക്കുന്ന മാത്രയിൽ അയാളുടെ കോളെടുത്തില്ലെങ്കിൽ വഴക്കാണ്. തിരിച്ചൊന്ന് വിളിക്കാൻ വൈകിയാൽ അതോടെ പിണങ്ങും. ജെയ്സൺ സാവധാനം തുറന്നു. അതേക്കുറിച്ച് അവൾ പലപ്പോഴും സങ്കടം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വരുണിൻ്റെ ശല്യത്തെക്കുറിച്ച് അയാളോട് തുറന്നു പറയാൻ ഞാനാണ് ആവശ്യപ്പെട്ടത്. എന്നിട്ടവൾ ഇവിടെ വെച്ച് തന്നെയാണോ അഖിലിനെ വിളിച്ചു പറഞ്ഞത്? വൈഗ ചോദിച്ചു. അല്ല, അമ്പാടിയിൽ ചെന്നിട്ടാണ്. എന്നിട്ട്? പ്രതീക്ഷിച്ചത് പോലെ തന്നെ അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ദയയെ കുറ്റപ്പെടുത്തി. പരിധി വിട്ട് ഇടപെട്ടിട്ടാണ് വരുൺ സ്വാതന്ത്ര്യമെടുത്തതെന്ന് വരെ അവൻ പറഞ്ഞു. പിന്നീട് ദയ എന്നെ വിളിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നു. അഖിൽ അവളെ കാണാൻ വരുമെന്ന് പറഞ്ഞോ? വൈഗ ചോദിച്ചു. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അവൾ വിളിച്ചപ്പോഴൊക്കെ അയാൾ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദയ അവിടുത്തെ ഹോസ്റ്റൽ നമ്പറിൽ വിളിച്ചു. അവൻ പുറത്തു പോയെന്നായിരുന്നു വാർഡൻ്റെ മറുപടി. അവൻ ഹോസ്റ്റലിൽ തന്നെയുണ്ടെന്നും വാർഡനെ കൊണ്ട് മനഃപൂർവ്വം കള്ളം പറയിക്കുകയാണെന്നും ദയ എന്നോട് പറഞ്ഞു. അഖിലും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിന്നോടവൾ മനസ്സു തുറന്ന് സംസാരിച്ചിരുന്നു അല്ലേ? വൈഗ അവൻ്റെ കൈപ്പത്തിയിൽ നിന്നും പിടിവിട്ട് നിവർന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു. ഇനിയാണ് എനിക്കറിയേണ്ട കാര്യം. അവളുടെ സ്വരം ഉറച്ചു. വരുണിനെക്കുറിച്ച് ദയ എല്ലാം അഖിലിനോട് പറഞ്ഞു. അഖിലിൻ്റെ പ്രത്യേക സ്വഭാവം വെച്ച് നീ പറയൂ. അവൻ അവിടെ തന്നെ നിൽക്കുമോ അതോ ആ സെക്കൻഡിൽ തന്നെ ഇങ്ങോട്ട് തിരിക്കുമോ? ആ സെക്കൻഡിൽ അവൻ ഇങ്ങോട്ട് പായും. ജെയ്സന് സംശയമില്ലായിരുന്നു. വൈഗയുടെ പുരികം വളഞ്ഞു. അവൾ എഴുന്നേറ്റ് വേഗം വാതുക്കലേക്ക് നടന്നു. ജെയ്സൺ ഇടതുകരം കിടക്കയിലൂന്നി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. വൈഗേച്ചി, അവൻ പരിഭ്രാന്തിയോടെ വിളിച്ചു. വൈഗ നിന്നു, തിരിഞ്ഞു നോക്കിയില്ല. അഖിൽ അന്ന് തന്നെ പോന്നോ? അയാളാണോ ദയയെ കൊന്നത്? ഇടറിയും വിക്കിയുമായിരുന്നു ജെയ്സന്റെ ചോദ്യം. വൈഗ കേട്ടതായി ഭാവിക്കാതെ വേഗം വാതിൽ കടന്ന് പുറത്തേക്ക് പോയി.
ജെയ്സൺ ശക്തമായ നടുക്കത്തോടെ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അന്താളിച്ച് നിൽക്കുകയായിരുന്നു മോളിയും. പുറത്തേക്കിറങ്ങിയ പാടെ വൈഗ SP വിൽസൺ തോമസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സാർ, ഞാൻ മെഡിക്കൽ സെൻ്ററിൽ നിന്നാണ്, അവൾ ഭവ്യതയോടെ പറഞ്ഞു. താനെന്താ അവിടെ? അഖിലിനെക്കുറിച്ച് കൂടുതൽ ചിലതൊക്കെ ജെയ്സണിൽ നിന്നും അറിയാൻ കഴിയുമെന്ന് തോന്നി. പക്ഷെ ഞാൻ വരാൻ അല്പം വൈകി. ദുബായിൽ നിന്നും അവൻ്റെ ഫാദറെ പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ ബഹളം ഉണ്ടാക്കി. ഡിസ്ചാർജ് ചെയ്യിച്ച് അവനെയും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. തുടർന്ന് നടന്നതെല്ലാം അവൾ വിവരിച്ചു. അപ്പോൾ പയ്യനും അവൻ്റെ അമ്മയും അന്ന് പറഞ്ഞത് ശരിയാണ് അല്ലേ? SP ചോദിച്ചു. എന്താ സാർ? പയ്യൻ ആക്സിഡൻ്റ് ഉണ്ടായിട്ടും ഹോസ്പിറ്റലിൽ പറയാതിരുന്നതും പോലീസിൽ അറിയിക്കാതിരുന്നതും അയാളെ ഭയന്നിട്ടാണ്. അത് ശരിയാണ് സാർ, വൈഗ പറഞ്ഞു. ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ജെയ്സനെ ചോദ്യം ചെയ്തു. അഖിൽ തലേന്ന് പോരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു എനിക്കറിയേണ്ടത്. എന്നിട്ടോ? ദയ അഖിലിനെ അന്ന് വിളിച്ചിരുന്നെന്നാണ് ജെയ്സൺ പറഞ്ഞത്. വരുണിൻ്റെ പെട്ടെന്നുണ്ടായിരുന്ന മാറ്റത്തെക്കുറിച്ച്, അവൻ ജെയ്സനെ അപകടപ്പെടുത്തുന്നതിനെക്കുറിച്ചുമൊക്കെ അവൾ വിശദീകരിച്ചത്രേ. പ്രകോപിതനായ അവൻ പെട്ടെന്ന് യാത്ര തിരിച്ചു കാണും. പക്ഷെ ദയയ്ക്ക് അതറിയുമായിരുന്നില്ല. അവൻ മൊബൈൽ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. വൈഗ സംശയത്തോടെ തുറന്നു. പക്ഷേ സാർ, എന്താടോ? വ്യാഴാഴ്ച രാത്രി അവൻ്റെ മൊബൈലിൽ നിന്നും തന്നെ ദയയുടെ മൊബൈലിൽ കോൾ വന്നത് നമ്മൾ കണ്ടതല്ലേ? ബാംഗ്ലൂരിലെ ഒരു ടവർ പരിധിയിൽ നിന്നായിരുന്നു അത്. സിമ്പിൾ, SP ചിരിച്ചു. മൊബൈൽ കമ്പനികളുടെ മത്സരമല്ലേ ഇപ്പോൾ? ചെറുപ്പക്കാരുടെ പിള്ളേരുടെ കയ്യിൽ 4-5 സിം കാർഡ് ഉണ്ടാവും. ID കാർഡിൻ്റെ കോപ്പി കൊടുത്ത ഏത് കമ്പനിയിൽ നിന്നും സിം കിട്ടും. പിന്നെന്താ പ്രശ്നം? അഖിൽ ദയയെ വിളിക്കാൻ മാത്രമായിട്ടൊരു സിം കാർഡ് ഉപയോഗിച്ചിരുന്നു. അതവൻ തൻ്റെ റൂംമേറ്റ്സിനെ ഏൽപ്പിച്ചിട്ട് പോന്നു. പിറ്റേന്ന് രാത്രി ആ സിം ഉപയോഗിച്ച് കോൾ ചെയ്യാൻ അവൻ ഏർപ്പാടാക്കി. അവൻ വിളിച്ചു, അത്ര തന്നെ. അഖിലിൻ്റെ റൂംമേറ്റ് ഒരു സഹീറാണ് സർ. യെസ്, സഹീർ. സഖി എന്ന് വിളിപ്പേര്. ബാംഗ്ലൂർ പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് ആരും അറിയാതെ ചോദ്യം ചെയ്യുകയാണ്, SP പറഞ്ഞു. വൈഗയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ വീട്ടിൽ നടന്ന ദുരന്തങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങുകയാണ്. ഇനിയും അധികം വൈകാതെ എല്ലാം തെളിയും. ഉത്സാഹത്തോടെ അവൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് കാർ സ്റ്റാർട്ടാക്കി. അമ്പാടിയുടെ കിച്ചണിൽ ഉച്ചഭേവമായ തീയലുണ്ടാക്കാൻ പാവയ്ക്കരിയുകയാണ് മേരി. അരികിലിരുന്ന് ചേരുവയ്ക്കായി തേങ്ങാക്കൊത്ത് തയ്യാറാക്കുകയാണ് രേണുക. അത് ശ്രദ്ധിച്ചുകൊണ്ട് സതി കിച്ചണിലേക്ക് വന്നു. കുളി കഴിഞ്ഞ് മിന്നുന്ന സീക്വൻസ് വർക്കുള്ള ഒരു ചുരിദാർ ധരിച്ചിരുന്നു അവൾ. നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പാവയ്ക്ക് എത്ര ചെറുതായിട്ട് അരിയുന്നത് എന്തിനാ മേരി? മെഴുകുവെട്ടിക്കാണോ? സതി ചോദിച്ചു. അല്ല ചേച്ചി, തീയലിനാ, മേരി പറഞ്ഞു. തീയലിനാണെങ്കിൽ ഉള്ളി എടുത്താൽ മതി. ഉള്ളിത്തീയല എനിക്കും എൻ്റെ പിള്ളേർക്കും ഇഷ്ടം, സതി അറിയിച്ചു. ഇതിപ്പോൾ അരിഞ്ഞു പോയല്ലോ ചേച്ചി, മേരി പറഞ്ഞു. അരിഞ്ഞെങ്കിൽ എന്താ? അതങ്ങോട്ട് മെഴുക്ക് പുരട്ടിയാക്കണം. വെണ്ടക്ക മെഴുക്ക് പുരട്ടിയതുണ്ട് ചേച്ചി. നീ കൂടുതലൊന്നും പറയണ്ട. സതിക്ക് അരിശം വന്നു. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മേരി നിസ്സഹായതയോടെ രേണുകയെന്ന് നോക്കി. ഓ, ഇപ്പം മനസ്സിലായി നിനക്കെന്താ എന്നെ വിലയില്ലാത്തതെന്ന്. പറഞ്ഞു തരാനും തിരുത്താനും ആളേറെ ഉണ്ടല്ലോ അല്ലേ? രേണുകയ്ക്കത് കൊണ്ടു. അവർ എഴുന്നേറ്റു. നീ എന്താ സതി അങ്ങനെ പറഞ്ഞത്? ഈർഷ്യയോടെ രേണുക ചോദിച്ചു. എന്താണ് ഇവിടെ പ്രശ്നം? സാവിത്രി ശബ്ദം കേട്ടങ്ങോട്ട് വന്നു. മുറിക്കുള്ളിൽ പരസ്പരം കരഞ്ഞും പറഞ്ഞു ഇരിക്കുകയാണ് ദേവിയും ഈശ്വരിയും. അവർക്കരികിൽ നിന്നാണ് സാവിത്രിയുടെ വരവ്. ഒരു താങ്ങ് കിട്ടിയ ആശ്വാസത്തോടെ സതി പറഞ്ഞു, എൻ്റെ ചേച്ചി ദുബായിക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ട് ഒരു ഉള്ളിത്തീയിൽ കൂട്ടിയതാ. പണ്ടേ എനിക്ക് പാവക്ക ഇഷ്ടമല്ലെന്ന് സാവി ചേച്ചിക്ക് അറിയാമല്ലോ. ഒരു ഉള്ളിത്തീയിൽ വെക്കാൻ ഞാൻ മേരിയോട് പറഞ്ഞു. മേരിക്കപ്പം വയ്യാന്ന്. വിലക്കാൻ ആൾ നിൽക്കല്ലേ? നിന്നെ വിലക്കാൻ ആരാ ഇവിടെ? എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഇവിടെ ആരും ആരെയും വിലക്കിയില്ല. രേണുകയ്ക്ക് തോന്നി ഇവരെ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ ശരിയാകില്ലെന്ന്. സത്യേട്ടൻ ചെയ്യില്ല. ദേവികയും ഈശ്വരമ്മയും കണ്ണുനീരും കൈയുമായിട്ട് കഴിയുന്നു. ഒരു പെങ്കൊച്ചുള്ളത് തീക്കനലിൽ ചവിട്ടുന്നത് പോലെ ഓടി നടക്കുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് രുചി നോക്കി സദ്യ ഉണ്ണാനും മതികെട്ടുറങ്ങാനും പറ്റുന്നവരുടെ കാര്യം ഞാനെന്ത് പറയാനാ? ആരാ രുചി നോക്കി സദ്യ ഉണ്ണുന്നത്? ആരാ മതികെട്ടുറങ്ങുന്നത്? സതിക്ക് അരിശം വന്നു. ഞാനാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്രയും രൂപ മുടക്കി എയർ ടിക്കറ്റ് വാങ്ങി ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത് സാവിച്ചേച്ചിക്ക് അറിയാമല്ലോ. എൻ്റെ കൂടപ്പുറപ്പിനെ ഓർത്തിട്ടാ. സതി കരച്ചിലായി. എനിക്കതറിയാൻ മടി. സാവിത്രി പിന്താങ്ങി. ദിവാകരേട്ടൻ്റെ വീട്ടിലോട്ട് പോലും പോകാണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയുന്നതും സത്യേട്ടനെ ഓർത്തിട്ടാ, സതി പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണപ്പെട്ടി ഓർത്തിട്ടാന്ന് പറയും. അതാ ശരി. രേണുക വിട്ടില്ല.
സതി വിളറിപ്പോയി. സ്വർണപ്പെട്ടിയോ? സാവിത്രി അമ്പരന്നു. അതെ, രേണുക മറയ്ക്കാതെ തുറന്നു പറഞ്ഞു. നിങ്ങളുടെ അമ്മയുടെ കയ്യിലുള്ള 101 പവന്റെ സ്വർണപ്പെട്ടി. അത് തട്ടിയെടുക്കുകയാണ് സതിയുടെ ലക്ഷ്യം. അതിനാണ് എയർ ടിക്കറ്റും കാശും കളഞ്ഞോടി വന്നത്. ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോലും പോകാതെ ലാക്കിട്ട് ഇവിടെ കൂടിയതും. നേരാണോടി? സാവിത്രി സതിയെ നോക്കി അമർഷത്തോടെ ചോദിച്ചു. ഒക്കെ കള്ളം, പച്ചക്കള്ളം. ഈ സ്ത്രീ എന്നെയും ചേച്ചിയും തമ്മിൽ തെറ്റിക്കാൻ പറഞ്ഞതാ, സതി പറഞ്ഞു. ഇവർ തമ്മിൽ തെറ്റേണ്ടത് വൈഗയുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്, രേണുക മനസ്സിൽ കണ്ടു. എന്നിട്ട് തുറന്നു. ഞാൻ കള്ളം പറഞ്ഞല്ല. സതി ദുബായിൽ നിന്ന് വിളിച്ച് ദിവാകരനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ദുബായിൽ ഇവർക്ക് കടം കൊണ്ട് നിൽക്കാൻ വയ്യ. എൻ്റെ ആങ്ങളുടെ മോൻ വിപിൻ ദുബായിലുണ്ട്. ഞാൻ അവനെക്കൊണ്ട് അന്വേഷിപ്പിച്ചു. അവിടെ നിൽക്കാൻ വയ്യാണ്ടായിട്ട് ഓടിപ്പോന്നിരിക്കുമോ ഇങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ അല്ലാന്ന് പറയട്ടെ, രേണുക വെല്ലുവിളിച്ചു. നേരാണോടി ഇത്? സാവിത്രി മൂക്കത്ത് വിരൽ വെച്ച് അനിയത്തി നോക്കി. നിന്റെ മനസ്സിലിരിപ്പും പ്ലാനും കൊള്ളാം. അമ്മയുടെ പെട്ടി നീ നേരത്തെ ലക്ഷ്യം വെച്ചത് കൊണ്ടാണല്ലേ ഇത്. പക്ഷേ അത് നടക്കില്ല മോളെ. 101 പവൻ കൊണ്ട് നീ കടം വീട്ടുകയില്ല. ആ 101 പവൻ എനിക്കുള്ളതാണ്. ഞാനാ മൂത്തവള്, സാവിത്രി തുറന്നു പറഞ്ഞു. കള്ളി വെളിച്ചത്തായ സങ്കടവും അപമാനവും. സതി കിച്ചണിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി. വൈഗ കിച്ചന്റെ ഇടനാഴിയിൽ നിന്നും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന വീഴ്ചയും തകർച്ചയും മുതലാക്കി കിട്ടുന്നത് കൈക്കലാക്കിയാണ് സാവിത്രി ആൻറ്റിയുടെയും സതി ആൻറ്റിയുടെയും ലക്ഷ്യം. അവർക്ക് സങ്കടം തോന്നി. രേണു. അപ്പോഴാണ് ഹാളിൽ വാതുക്കൽ പ്രതാപന്റെ ശബ്ദം. എന്തേ? രേണുക കിച്ചണിൽ നിന്നും ഓടിയിറങ്ങി വന്നു. അവർ കണ്ടു പരിഭ്രാന്തനായി വേർപ്പിൽ കുളിച്ച് ഓടി വരുന്ന ഭർത്താവ്. എന്താ എന്താ? രേണുക വെപ്രാളപ്പെട്ടു. നീങ്ങി വന്നേ. പ്രതാപൻ രേണുകയെ പിടിച്ചു വലിച്ച് സിറ്റൗട്ടിനപ്പുറത്ത് വരാന്തയിലേക്ക് നീങ്ങി നിന്നു. പ്രതാപന്റെ പരിഭ്രാന്തി ശ്രദ്ധിച്ച് വൈഗ അവരറിയാതെ അവരെ പിന്തുടർന്നു. വരാന്തയുടെ ഇപ്പുറത്തെ ഭിത്തിയിലുള്ള ജനൽക്കരികിലേക്ക് ചേർന്ന് നിന്നു. പ്രതാപേട്ട, എന്താ ഉണ്ടായേ? തുറന്നു പറ. രേണുക വെപ്രാളപ്പെട്ടു. പേടി കൊണ്ട് എൻ്റെ നെഞ്ചു പൊട്ടുക. നീ ഒരു ഗ്ലാസ് വെള്ളം താ, പ്രതാപൻ പറഞ്ഞു. രേണുക ഓടി അകത്തു കയറി. ഡൈനിങ് ടേബിളിലിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പറന്നു. അതുമായി അയാൾക്കരികിലേക്ക് ഓടിയെത്തി. വെള്ളം വാങ്ങി ഒറ്റ ഇറക്കിന് പ്രതാപൻ കുടിച്ചു. ഗ്ലാസ് തിരികെ വാങ്ങിയിട്ട് രേണുക വീണ്ടും ചോദിച്ചു. എന്താ ഉണ്ടായേ? പറയ്. വൈഗ എന്തിയേ? അവൾ പുറത്തു പോയതാ. രാവിലെ വന്നില്ല, രേണുക പറഞ്ഞു. അവളുടെ കാറ് മുറ്റത്തുണ്ടല്ലോ. എന്നാ വന്നിരിക്കും. വന്നെങ്കിൽ മുകളിലെ മുറിയിലായിരിക്കും. ഞാൻ അടുക്കളയിലായിരുന്നു. അവിടെ ആണെങ്കിൽ വഴക്കും. എന്താ കാര്യം? അവൾക്കെന്നാ പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല. പിന്നെ നമ്മുടെ മോനാണ് അപകടം. വലിയ താമസമില്ലാതെ അവളവനെ പിടികൂടും രേണു. പ്രതാപൻ്റെ സ്വരം ഇടറി. രേണുക നടുങ്ങി. അവർക്കെന്തെങ്കിലും പിടികിട്ടിയോ? രേണുകയുടെ സ്വരത്തിലും ആ നടുക്കമുണ്ടായി. എന്താ ഉണ്ടായെന്ന് പറയ്. ബാംഗ്ലൂർ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഒരു പയ്യൻ വിളിച്ചു. അവിടുത്തെ പോലീസ് നമ്മുടെ സഖിയെ പിടികൂടിയെന്ന്. അവനെ സ്റ്റേഷനിലിട്ട് ചോദ്യം ചെയ്യുകയാണെന്ന്. എൻ്റെ ഈശ്വര! കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറി വലിയ ശബ്ദത്തോടെ. എൻ്റെ മോനെ! രേണുക തളർന്ന് താഴേക്ക് വീണു. വൈഗ നിന്നിടത്തു നിന്നും വേഗം ഹാളിലേക്ക് ഇറങ്ങി. മുകളിൽ തൻ്റെ മുറിക്കുള്ളിലേക്ക് കയറി. അവൾ SP വിൽസൺ തോമസിനെ വിളിച്ചു. അവൻ്റെ വീടിൻ്റെ കീ കിട്ടിയ വൈഗ? SP ചോദിച്ചു. കീ ഞാനെടുക്കാം സാർ. ഇപ്പോൾ വിളിച്ചത് അതിനല്ല. പറയൂ. വിത്തിൻ 24 hours അഖിലിനെ പിടികൂടണം. അവനിലേക്കുള്ള വഴി അവൻ്റെ പേരൻസ് തന്നെയാണ്. അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കണം. അഖിൽ ഈ ലോകത്ത് എവിടെ വിളിച്ചാലും താനെ സ്റ്റേഷനിലെത്തും. ഗുഡ് ഐഡിയ, SP പറഞ്ഞു. വൈഗ മൊബൈൽ ഓഫാക്കി. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. എന്നിട്ട് DMO ഓഫീസിൽ നിന്നും കിട്ടിയ മിത്രയുടെ മൊബൈൽ എടുത്ത് ചാർജ് ചെയ്യാൻ പ്ലഗ് പോയിന്റിൽ കുത്തിവെച്ചു. ദഹയുടെ കൊലപാതകയിലേക്കുള്ള വഴി അങ്കിളും ആൻറ്റിയുമാണെങ്കിൽ മിത്രയുടെ കൊലയ്ക്ക് കാരണവരായതിലേക്കുള്ള വഴി ഇതാണ്, ഈ മൊബൈൽ. ചാർജർ അല്പം കയറിയതും വൈഗ സെറ്റ് ഓണാക്കി. പെട്ടെന്ന് അതിൽ നിന്നൊരു കോൾ ട്യൂൺ മുഴക്കി. മിത്ര കൊല്ലപ്പെട്ട് ഇത്രയും ദിവസമായിട്ടും അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നു. ഫീഡ് ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ നമ്പർ. ഹലോ. വൈഗ ഫോൺ മെല്ലെ കാതോട് ചേർത്തു. മീതു. ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹം തുടിപ്പുള്ള വിളി. വൈഗയുടെ കാതിൽ ഒരു നീർത്തുള്ളി പോലെ വീണു. സങ്കടവും ആവേശവും കലർന്ന ആ ശബ്ദം വളരെ പെട്ടെന്ന് വൈഗ തിരിച്ചറിഞ്ഞു. ഷാനു പ്രസാദ്. മീതു,
ഇത് ഞാനാ, നിന്റെ ഷാ. എത്ര നാളായടാ നിന്റെ ശബ്ദം കേട്ടിട്ട്. നിന്നെ നിന്റെ അച്ഛൻ കൊന്നെന്ന് പറയുന്നു, പക്ഷെ എൻ്റെ മനസ്സത് സമ്മതിക്കുന്നില്ല. നിന്റെ ജീവൻ എന്നെ തൊട്ട് വിളിക്കുന്നുണ്ട്, അത് ഞാൻ അറിയുന്നുണ്ടടാ. ശ്വാസം പോലും വിടാതെ അവൻ തുടരുകയാണ്. ഞാൻ നിന്റെ വൈകിയച്ചയോട് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ലോകത്തെവിടെയുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ നീ വിളി കേൾക്കുമെന്ന്. മിതു, പ്ലീസ്, ആ ശബ്ദം ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. നീ എന്നെ ഷാ എന്ന് വിളിക്ക് പ്ലീസ്. വൈകയ്ക്ക് നൊന്തുപോയി. അവളുടെ കണ്ണിൽ നനവൂറി. കടലോളം സ്നേഹം കരളിൽ ഒളിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കരച്ചിലാണ്. അവൻ വിളിക്കുന്നത് തൻ്റെ അനിയത്തിയാണ്. ഈശ്വര, മിത്ര ജീവിച്ചിരുന്നെങ്കിൽ ഇവനെ കിട്ടുന്ന അവളാകുമായിരിക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. അവൾ പെട്ടെന്ന് കാർത്തികിൻ്റെ മുഖമോർത്തു. മിതു, പ്ലീസ്, ഒരു വാക്ക്, ഒരു വിളി, പ്ലീസ്. ഷാനുവിൻ്റെ ശബ്ദം കണ്ണുനീരായും യാചനയായും വൈകിയുടെ കാതിൽ വീണ്ടും വീണുകൊണ്ടേയിരുന്നു. ഷാനു, ഞാൻ മിത്രയല്ല, വൈകിയാണ്, അവൾ പറഞ്ഞു. അമ്പരപ്പിൻ്റെ മൗനം ഒരു നിമിഷത്തേക്ക്. ഇത് മീതു അല്ലേ? അല്ല, ഇത് മീതുവിൻ്റെ നമ്പറാണല്ലോ. അതെ, പക്ഷെ കേട്ട ശബ്ദം എൻ്റേതാണ്. അപ്പുറത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഷാനു എന്തിനാണിപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചത്? വൈഗ പെട്ടെന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അവർക്കായി നമ്മളെടുക്കുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കുറിച്ചോളൂ, ഞാൻ വായിക്കും, അതിനൊക്കെ മറുപടി നൽകും. വീണ്ടും നാളെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.